ഹലോ ഗൈസ്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ട് പലർക്കും പല പല അഭിപ്രായങ്ങളാണ്. ചിലർക്ക് പോസിറ്റീവാണ്, ചിലർക്ക് നെഗറ്റീവാണ്, ചിലർക്ക് തീരെ അഭിപ്രായമില്ല, വളരെ മോശം അഭിപ്രായമാണ്, കുറ്റം പറയുന്നവരാണെന്നാണ് പറയുന്നത്. എന്നാൽ മറ്റു ചിലരാവട്ടെ അവർക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ ഷോർട്ട് ഫോമിൽ അവർക്കറിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഫുള്ളിരുന്ന് കാണാതെ നമ്മളാണെങ്കിൽ ഷോർട്ടാക്കി പറഞ്ഞു കൊടുക്കുമല്ലോ, ആ രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ റിയാക്ഷൻ വീഡിയോ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ അവർക്കിഷ്ടമാണ് റിയാക്ഷൻ വീഡിയോ. പിന്നെ ജനങ്ങൾ പലവിധമാണ്. ആരുടെ ഇഷ്ടത്തിന് നമുക്ക് അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റത്തില്ല ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. ഓക്കെ. കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രീഷ്മ ബോസിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അതായത് എബൌട്ട് എന്താ അവരുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ടായിരുന്നു. പുള്ളിക്കാരി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കണം എന്നെനിക്ക് തോന്നി. കാരണം നമ്മളൊരു സബ്ജക്റ്റ് ഒന്നും അറിയാതെ അതിനെപ്പറ്റി സംസാരിക്കില്ല. ഒരു സബ്ജക്റ്റ് കേട്ട ശേഷം അത് പഠിച്ച് അതിനെപ്പറ്റി മറ്റുള്ള എന്താ പറയുക, നമുക്ക് വേണ്ട ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ അത്രയും നമ്മൾ അതിൽ എഫേർട്ട് ഇട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കണ്ടൻ്റ് ആയാലും അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കണ്ടൻ്റ് ആണെങ്കിലും നമ്മൾ ആരുടെയും വീട്ടിൽ കൊണ്ട് ക്യാമറ വെച്ചെടുക്കുന്നതല്ല. അവർ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, നമ്മളുടെ അഭിപ്രായം പറയുന്നത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയാണ്, ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വിമർശനങ്ങൾ വരുമെന്ന് അവർക്കറിയാം, അറിഞ്ഞുകൊണ്ട് അവരിടുന്നതാണ്. അതാണ് നമ്മൾ എടുക്കുന്നത്. അത് ആർക്കും റൈറ്റ് ഉണ്ട്. നമ്മൾ വളരെ സഭ്യമായ ഭാഷയിലാണ് പറയുന്നത്, അല്ലാണ്ട് തെറിയോ മറ്റ് അസഭ്യമായ വാക്കുകളൊന്നും അവരെ പറയുന്നില്ല. ആ വീഡിയോയിൽ നമ്മളുടെ അഭിപ്രായം എന്താണോ അതാണ് നമ്മൾ അറിയിക്കുന്നത് മറ്റുള്ളവരെ. എന്തായാലും ഗ്രീഷ്മയുടെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഇത് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, വളരെ ഈസി ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. കാരണം എന്ന് വെച്ചാൽ വിഷയങ്ങൾക്ക് പഞ്ഞമില്ല. ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്നല്ലെങ്കിൽ വിഷയങ്ങളായിട്ട് എല്ലാ ദിവസവും ഉണ്ടാവുന്നുണ്ട്, പഞ്ഞമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ അതിര് വിട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇവരുടെ പേഴ്സണൽ ലൈഫിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും കൂടെ ഈ റിയാക്ഷൻസ് ചെയ്യുന്നവർ ചിന്തിക്കണം. നമ്മളൊരിക്കലും ഒരാളുടെ ഫാമിലി കയറി അവരുടെ പ്രശ്നങ്ങൾ ചകയാനോ അത് ചകഞ്ഞ് കണ്ടൻറ്റ് അതിൽ നിന്ന് എടുക്കാനോ അവിടെ കൊണ്ട് ക്യാമറ വെച്ച് വീഡിയോ എടുക്കാനോ ഒന്നിനും പോകുന്നില്ല. ഇവരിടുന്ന ഇവരുടെ ഫാമിലി വ്ളോഗിൽ നിന്നാണ് നമ്മൾ കുറച്ച് നമുക്ക് ആവശ്യമുള്ളതല്ല. ഇവർ എന്താ പറയുക, ഇവർ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പൊരുത്തപ്പെടാതെ വരുമ്പോഴാണ് നമ്മൾ ആ ഭാഗങ്ങളെടുത്ത് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ എല്ലാവരുടെ കാര്യത്തിലും നല്ലപോലെ വീഡിയോ ചെയ്യുന്നവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, അല്ലാണ്ട് എല്ലാവരെയും കയറി ചെയ്യാനൊന്നും നമ്മൾ പോകാറില്ല. പിന്നെ പറഞ്ഞൊരു കാര്യം, റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്നവർക്ക് അവരുടെ ഏണിങ്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവരുടെ ചാനലിൽ ഇൻകം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവരുടെ ഡോളർ ഉയർത്താനായിട്ട് വളരെ എളുപ്പമാണെന്നാണ് ഗ്രീഷ്മ ഇതിൽ പറഞ്ഞത്. പക്ഷേ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം നിങ്ങളൊരു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. അങ്ങനെ ഫാമിലി വ്ളോഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റ് കാണുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരു യൂണിറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ കുട്ടിയുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അതേപോലെ നിങ്ങളുടെ ഫാമിലി ടൈം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അവർ നിങ്ങളുടെ മാത്രം ഓഡിയൻസാണ്. മനസ്സിലായില്ലേ? അവർ നിങ്ങൾ എന്ത് വീഡിയോ ഇട്ടാലും അവർ കാണാനായിട്ട് വരും. പക്ഷേ ഈ റിയാക്ഷൻ വ്ളോഗ് ഇടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു എന്താ പറയുക, യൂണിറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടെന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. കാരണം റിയാക്ഷൻ വ്ളോഗ് ഇടുന്ന ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു ചാനലല്ല ഉള്ളത്. റിയാക്ഷൻ വ്ളോഗ് ഇടുന്ന ഒരുപാട് ചാനലുണ്ട്. ഈ ഒരു സബ്ജക്റ്റ് ഒരാൾ മാത്രമല്ല പറയുന്നത്, ഈ കാണുന്ന എല്ലായിടത്തു നിന്ന് റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ടാണ് അടുത്തൊരാളുടെ കയ്യിൽ അത് എത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഒരു ന്യൂസ് ചാനലിൽ കണ്ട സാധനം തന്നെ പിന്നെ അടുത്ത ന്യൂസ് ചാനലിൽ പോയി കാണുമോ ഈ സെയിം സബ്ജക്റ്റ്? ഇല്ല. ഒരു ചാനലിൽ കണ്ട ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു ചാനലിൽ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ന്യൂസ് ഒരു ചാനലിൽ കണ്ടാൽ നമ്മൾ അതല്ലേ കാണുള്ളൂ. പിന്നെയും നമ്മൾ പല പല ന്യൂസ് ചാനലിൽ പോയി തപ്പി നോക്കുമോ ഇവർ ഈ വിഷയത്തെപ്പറ്റി എന്താ പറഞ്ഞത് നമ്മൾ നോക്കുമോ? ഇല്ല. നമ്മൾ ആദ്യം കാണുന്ന എന്താണോ അതേ നമ്മൾ കാണുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്നവർക്ക് ഈ ഇൻകം ജനറേറ്റ് ചെയ്യാൻ എളുപ്പമെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏറ്റവും സിമ്പിളായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അല്ലെങ്കിൽ യൂട്യൂബ് അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഇൻകം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഈ ഫാമിലി വ്ളോഗേഴ്സിന് മാത്രം. പിന്നെ അതുപോലെ നമ്മളെടുക്കുന്നത് യൂസ്ഡ് കണ്ടൻറ്റാണ്. അതായത് ഒരാളിട്ട വീഡിയോയിൽ നിന്നാണ് നമ്മളെടുത്ത് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ ഓൾറെഡി അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്നാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി ആ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആദ്യമിട്ട ആ ഒറിജിനൽ വീഡിയോയ്ക്ക് കിട്ടുന്ന ആ ഇൻകം അതിൻ്റെ
എത്രയോ പെർസെൻറ്റേജ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മുടെ റിയാക്ഷൻ വ്ളോഗാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ നമ്മളിടുന്ന എഫേർട്ട് കുറവല്ല. നമ്മളൊരു വിഷയം ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പഠിച്ച് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, വേണ്ട കാര്യങ്ങളൊക്കെ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് എന്നിട്ടൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൽ അധ്വാനം വളരെ കൂടുതലാണ്. ഒരിക്കലും അത് ഈസിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതിനിടയിൽ കയറി വന്നാൽ, ഇപ്പോൾ കുട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ടൈം എന്തെങ്കിലും സംസാരിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്റ്റർബൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോടൊപ്പം തന്നെ അത് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ പക്ഷേ ഒരു റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തിലാണോ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയത് ആ കാര്യം അവിടെ ക്ലോസ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആ കാര്യം അവിടെ പോസ് ചെയ്ത് വെച്ച ശേഷം മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ ആ സൗണ്ട് കയറി വരുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ ആ വോയിസ് ഫുള്ള് ക്ലിയർ ആയ ശേഷം മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രീഷ്മ നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. ഈ റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്നവരുടെ വീഡിയോസ് എളുപ്പമാണ്, അവർക്ക് എളുപ്പം ചെയ്യാം എന്നെങ്ങനെ പറയാൻ കഴിയും? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കുട്ടിക്ക് 1.25 വയസ്സുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ വോയിസോ അല്ലെങ്കിൽ മറ്റോ നമുക്ക് ഈ വീഡിയോയുടെ ഇടയിൽ കയറി വരുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ എനിക്കെൻ്റെ കുട്ടിയെ ഓക്കെ ആക്കി ഇരുത്തിയ ശേഷം മാത്രമേ എനിക്ക് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതിനിടയിൽ കുട്ടിയുടെ സൗണ്ട് കയറി വന്നു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് പക്ഷേ ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം ഗ്രീഷ്മയുടെ കുട്ടി കരഞ്ഞാലോ അല്ലെങ്കിൽ ഫാമിലി ടൈമിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഇപ്പോൾ കുട്ടിയുടെ കാര്യം തന്നെ ആയിക്കോട്ടെ, കുട്ടീനെ എടുത്ത് വെച്ച് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഏത് ആംഗിളിൽ വേണമെങ്കിലും വീഡിയോ ചെയ്യാം. ഏത് സൗണ്ട് ഇടയ്ക്ക് കയറി വന്നാലും നിങ്ങൾക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പാടും ഞങ്ങൾ ചെയ്യുന്നത് ഈസി ആവുന്നത്? പിന്നെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, റിയാക്ഷൻ വ്ളോഗ് അല്ലാതെ ഫാമിലി വ്ളോഗ് ചെയ്യാത്ത ഒരാളായത് കൊണ്ട് തന്നെ ആ ഫാമിലി വ്ളോഗിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുന്നതെന്ന് എനിക്കതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കും റിയാക്ഷൻ വ്ളോഗിനേക്കാളും കുറച്ചുകൂടി ഈസി ഫാമിലി വ്ളോഗാണ് എന്നെനിക്ക് തോന്നുന്നതായിരിക്കും. എനിവേ എന്തായാലും എൻ്റെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഫാമിലി വ്ളോഗാണെന്ന് തോന്നുന്നു. കാരണം എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ ഫാമിലി വ്ളോഗിൽ കാണുന്നില്ല. ഞാൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞാനൊരു വോയിസ് എൻ്റെ റിയാക്ഷൻ വ്ളോഗിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന റിയാക്ഷൻ യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഈ ഫാമിലി വ്ളോഗിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി എളുപ്പം ഈ ഫാമിലി വ്ളോഗ് തന്നെയാണ്. എന്തായാലും നമുക്ക് ഗ്രീഷ്മയുടെ വീഡിയോയുടെ ബാക്കി കൂടി കാണാം. അവരുടെ ഫാമിലിയിലെ പ്രശ്നം, അവിടുത്തെ പ്രശ്നം, വീടുകളിലെ പ്രശ്നം, പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എടുത്തു വെച്ച് ഒരു കോണ്ടന്റ് ആക്കുന്നത് ശരിയാണോ? അത് ഞാൻ ശരിയാണോ എന്ന് ചോദിക്കുന്ന കാരണമല്ല. കാരണം കുറച്ച് ഓഡിയൻസിൽ നിന്ന് അതൊരു വൈഡ് സ്പ്രെഡ് ഓഡിയൻസിലോട്ട് പോകുകയല്ലേ ചെയ്യുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ പലതരം ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ അത് ഈ ആളുകൾക്ക്, അതായത് ഇവർ ആരെയാണോ റിയാക്ട് ചെയ്യുന്നത്, ഈ ആളുകൾക്ക് പിന്നെയും ഒരു സൊസൈറ്റിയിലോട്ടൊക്കെ ഇറങ്ങി ജീവിക്കേണ്ടതല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അത് മറ്റേ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കാത്തത്? എല്ലാം മറ്റുള്ളവരുടെ ലൈഫിൽ നടക്കുമ്പോൾ നമുക്കത് കോണ്ടൻസ് നമ്മളൊരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ അവരുടെ വീട്ടിൽ പോയി എടുക്കുന്ന വീഡിയോ അല്ല ഒന്നും. അവർ കൊണ്ടുപോയി ഇടുമ്പോൾ നമ്മളതിലെടുത്ത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഒന്ന് ഓർക്കുവാണെങ്കിൽ അത് അവർക്ക് തന്നെയാണ് ബെനിഫിറ്റ്. കാരണം നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട ആൾക്കാർ അവരുടെ ചാനലിൽ പോയി നോക്കും എന്താണ് ഇതിൻ്റെ ഒറിജിനൽ എന്നുള്ളത്. മനസ്സിലായില്ല? അപ്പോൾ അവർക്കും റീച്ച് കിട്ടുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ ബെനിഫിറ്റ് തന്നെയാണിത്. എന്തായാലും നമുക്ക് ബാക്കി കൂടി കാണാം. നടത്തി മറ്റേ ആൾ ബന്ധുക്കളെല്ലാം വിളിച്ച് കൊച്ചിൻ്റെ ബർത്ത്ഡേ നടത്തി. കൂടെ ഒരു കുട്ടിക്ക് എന്തോ സ്പോൺസറായി അങ്ങനെ എന്തോ ചെയ്തു. അങ്ങനെയാണ് വീഡിയോ. അത് നല്ല കാര്യമാണ്. അങ്ങനെ ഒരു സ്പോൺസർ ചെയ്ത കാര്യമൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ എന്തിനാണ് മറ്റേ യൂട്യൂബറിനെ തരം താഴ്ത്തി സംസാരിച്ചത്? ബന്ധുക്കളെ ആരും വിളിക്കാണ്ട് ബർത്ത്ഡേ നടത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്തത്. അവരുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ എങ്ങനെ നടത്തണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്, അല്ലേ? അവർ പബ്ലിക് ഫിഗർ.
ഗ്രീഷ്മ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തനി മലയാളിയുടെയും അതേപോലെ ദിയ കൃഷ്ണയുടെയും കാര്യമാണ്. ഇവിടെ തനി മലയാളി എന്താണ് അവരുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് വളരെ മാന്യമായിട്ടാണ് വരുന്ന ആൾക്കാരെ സ്വീകരിക്കുന്നതും കുട്ടിയെ കൊടുക്കുന്നതും എല്ലാവരോടും കെയർ ആയിട്ടും അതേപോലെ തന്നെ വളരെ ബഹുമാനത്തോടെ സംസാരിക്കുന്നതും ഒക്കെ. പക്ഷേ ദിയ കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക, വളരെ പുച്ഛത്തോടെയാണ് എല്ലാവരെയും അവർ കാണുന്നത്. അവർ ബർത്ത്ഡേ വ്ളോഗ് ആരെയും വിളിച്ചില്ല, ഓക്കെ സമ്മതിച്ചു. പക്ഷേ അശ്വിൻ്റെ ഫാമിലി പോലും അവർ എല്ലാവരും കൂടി നടത്തിയ ഫാമിലി വ്ളോഗിലില്ല, എന്താ പറയുക, ബർത്ത്ഡേ ഫംഗ്ഷനിൽ ഇല്ലായിരുന്നു. അതൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അത് ശരിക്കും ഓഡിയൻസ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ചോദ്യത്തെയാണ് നമ്മൾ സംസാരിച്ചത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ആദ്യത്തെ പിറന്നാളെന്ന് പറഞ്ഞാൽ അമ്മ വീട്ടുകാരെയും അതേപോലെ അച്ഛൻ വീട്ടുകാരെയും രണ്ട് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അമ്മ വീട്ടുകാരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ആൾക്കാർ എന്ത് ചെയ്യുന്ന ആളുകൾ തിരക്കും. പ്രത്യേകിച്ച് ഇത്രയും ഫാൻ പേജുള്ള ഇത്രയും സെലിബ്രിറ്റി ഹൈയിൽ നിൽക്കുന്ന ഒരു ഫാമിലി ആകുമ്പോൾ ഓഫ് കോഴ്സ് ആൾക്കാർ തിരക്കും. അപ്പോൾ അങ്ങനെ ചർച്ചാ വിഷയമായപ്പോഴാണ് നമ്മളതെടുത്ത് സംസാരിച്ചത്. അതുമല്ല ദിയ വീഡിയോയിൽ എന്താണ് പറഞ്ഞത്, വളരെ പുച്ഛത്തോടെ വരുന്ന ആൾക്കാരൊക്കെ എന്താ പറയുക കുട്ടി എടുത്തുകൊണ്ട് പോയി തിരിച്ചു തരത്തില്ല. അതേപോലെ തന്നെ എന്താ പറയുക, ഞങ്ങൾ എല്ലാവരും പോയി ഫുഡ് കഴിച്ച ശേഷം മാത്രമേ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ അങ്ങനെ. പിന്നെ ആഹാരമാണെങ്കിൽ എന്താണ് അപ്പച്ചിയോടുള്ള ഒരു ഫോട്ടോയിൽ അവർ കയറി നിന്നെന്നും പറഞ്ഞിട്ട് അവരെ മാറ്റുന്ന ഒരു ഷോട്ട്, അതൊക്കെ നമ്മൾ കണ്ടു. നമ്മളൊരിക്കലും തെറിയോ അസഭ്യ വാക്കുകളോ അവരെ പറഞ്ഞിട്ടില്ല. സഭ്യമായ ഭാഷയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഒരാളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ അവർക്കത് റിലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ തനി മലയാളിയും അതേപോലെ ദിയ കൃഷ്ണ രണ്ടുപേരും ഒരു കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ തനി മലയാളിനെ പറ്റി നമ്മൾ കമ്പയർ ചെയ്ത് ദിയോട് സംസാരിക്കുമ്പോൾ അവർക്കത് റിലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സംസാരിച്ചത്. ഈ വ്ളോഗിലൂടെ പങ്കുവച്ച കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരത് പ്രൈവസി അവർക്ക് ആ കാര്യത്തിന് അവർക്ക് പ്രൈവസി ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എന്ന് കരുതിയിട്ടാണല്ലോ അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രൈവസി വേണ്ട എന്ന് കരുതി അവർ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമ്മളെന്തിനാണ് അവർക്ക് പ്രൈവസി കൊടുക്കുന്നത്? അത് നമ്മൾ തെറ്റായ വാക്കുകളോ അസഭ്യമായ വാക്കുകളോ തെറികളോ ഒന്നും പറയുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പ്രൈവസി കൊടുക്കുന്നത്? അവരൊരു പ്രൈവസി ഇല്ലാതെ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് നാട്ടുകാരെ കാണുന്നതുകൊണ്ടോ ആൾക്കാർ കാണുന്നതുകൊണ്ടോ ഒരു പ്രശ്നമില്ല എന്നുള്ള ആ രീതിയിൽ അവർ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ നമ്മളെടുത്ത് വിമർശിക്കുന്നതിന് എന്തിനാണ് പ്രൈവസി? പിന്നെ ഗ്രീഷ്മ ഇവിടെ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു അതിര് വേണം എന്ന് പറഞ്ഞതിന്. കാരണം റിയാക്ഷൻ വ്ളോഗ് തന്നെ പല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സഭ്യമായ ഭാഷയിൽ ചെയ്യുന്നവരുണ്ട്, അസഭ്യമായ ഭാഷയിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച് തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക. അത് സഭ്യമായ ഭാഷയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവർക്ക് വേദനിപ്പിക്കുന്ന രീതിയിലല്ല. എന്നാലും അവരതിനെപ്പറ്റി ചിന്തിക്കണം. ഇവരങ്ങനെ പറഞ്ഞതിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർക്ക് ചിന്തിപ്പിക്കത്ത രീതിയിൽ നമ്മൾ സംസാരിക്കണം. ഓക്കെ, അതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. പക്ഷേ ഈ തെറിയൊക്കെ പറഞ്ഞ് അസഭ്യമായ വാക്കുകളൊക്കെ വിളിച്ച് അവരെ സമൂഹത്തിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്ന റിയാക്ഷൻ വ്ളോഗൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഇടുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.